അടുത്ത തിയറി എന്താണ്? സോഷ്യൽ ലേണിംഗ് തിയറി. സോഷ്യൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? സൊസൈറ്റിയിൽ നിന്ന്, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് പഠിക്കുന്നതാണ് സോഷ്യൽ ലേണിംഗ് തിയറി. അപ്പൊ ഇതിന്റെ മെയിൻ ഐഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുട്ടി ഒബ്സർവ് ചെയ്യുന്നതിലൂടെയും ഇമിറ്റേറ്റ് ചെയ്യുന്നതിലൂടെയും മോഡൽ ചെയ്യുന്നതിലൂടെയുമാണ് എന്ത് പറയുന്നത്? പഠിക്കുന്നത്. ഓക്കെ, അപ്പം ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സിൽ വരുന്ന എന്താണ്? ഒബ്സർവേഷണൽ ലേണിംഗ് ആണ്. ഓക്കെ, ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലേണിംഗ് ബൈ വാച്ചിങ് അതേഴ്സ് ബിഹേവിയർ ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ്. ഓക്കെ, അതായത് ഇപ്പം എന്താ തെറ്റ് ചെയ്ത ഒരു കുട്ടിക്ക് ഒരു അടി കൊടുത്തു നമ്മൾ, അത് വേറൊരു കുട്ടി കാണുകയാണ്. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്യും? ഈ കാര്യം ചെയ്യാതിരിക്കും. കാരണം എന്താണ്? ആ കുട്ടി ഒബ്സർവ് ചെയ്തു, ഇങ്ങനെ ചെയ്തപ്പോൾ അതിന്റെ ആ ബിഹേവിയറും ഒബ്സർവ് ചെയ്തു, അതിന്റെ കോൺസിക്വൻസും ഒബ്സർവ് ചെയ്തു. അപ്പൊ അവിടെ ഒരു ലേണിംഗ് ആണ് ഈ കുട്ടിക്ക് കിട്ടുന്നത്. എന്ത്? അങ്ങനെ ചെയ്യരുത്, ചെയ്താൽ അതിന്റെ കോൺസിക്വൻസ് ഇതായിരിക്കും. ഓക്കെ, പിന്നെ എന്താണ്? മോഡലിംഗ്. ലേണേഴ്സ് ഇമിറ്റേറ്റ് ബിഹേവിയേഴ്സ് ഡെമോൺസ്ട്രേറ്റഡ് ബൈ ദെയർ റോൾ മോഡൽസ്, സ്പെഷ്യലി ഇഫ് ദ മോഡൽസ് ആർ റിവാർഡഡ് ഫോർ ദെയർ ആക്ഷൻ. ഓക്കെ, അപ്പൊ എന്താണ് മോഡലിംഗ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഇമിറ്റേറ്റ് ചെയ്യുന്നതിനാണ് മോഡലിംഗ് എന്ന് തന്നെ പറയുന്നത്. ഓക്കെ, നമ്മൾക്ക് എന്താണ്? നമ്മുടെ റോൾ മോഡൽസിനെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലേൺ ചെയ്യുന്നുണ്ട്. പിന്നെ സെൽഫ് എഫിക്കസി എന്താണ്? ബിലീവ് ഇൻ വൺസ് എബിലിറ്റി ടു സക്സീഡ് ഇൻ സ്പെസിഫിക് സിറ്റുവേഷൻസ് ഇൻഫ്ലുവൻസസ് മോട്ടിവേഷൻ ആൻഡ് ലേണിംഗ്. ഓക്കെ, നമുക്ക് സെൽഫായിട്ട് നമ്മുടെ ഒരു എസ്റ്റീം അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയാ സെൽഫ് കോൺഫിഡൻസ് വേണമെങ്കിൽ പറയാം. നമുക്ക് അങ്ങനെ ഒരു എബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ തന്നെ വിചാരിച്ചാൽ നമുക്ക് ആ നമ്മുടെ ലെവൽ ഓഫ് മോട്ടിവേഷനും ലേണിംഗും എന്തായിരിക്കും? ഒത്തിരി ഹൈ ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ സോഷ്യൽ ലേണിംഗ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഹ്യൂമാനിസം തിയറിയാണ്. ഹ്യൂമാനിസം തിയറി എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമാനിസം തിയറി നമ്മളിൽ തന്നെ ട്രസ്റ്റ് ചെയ്യുന്ന, ഒരു ഇൻഡിവിജ്വലിനെ തന്നെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു തിയറിയാണ് ഹ്യൂമാനിസം തിയറി. അതായത് നമ്മൾക്ക് എന്തുണ്ടെന്നാ പറയുന്നത്? ഇൻഡിവിജ്വലിന് തന്നെ പൊട്ടൻഷ്യൽ ഉണ്ട്. ഓക്കെ, ദർ ഇസ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ. അപ്പൊ ഈ ഹ്യൂമൻ പൊട്ടൻഷ്യൽ ഉള്ളപ്പോൾ തന്നെ എന്ത് ചെയ്യാം? ആ പൊട്ടൻഷ്യൽ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വളരാം. ഓക്കെ, ലേൺ ചെയ്യാം, നമുക്ക് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാക്കാം. സോ ഇതാണ് നമ്മുടെ ഹ്യൂമാനിസം തിയറി പറയുന്നത്. അപ്പം ഇതില് എന്താ പറയാ ബേസിക്കലി നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇൻ എ സ്റ്റുഡന്റ് സെൻട്രിക് ക്ലാസ് റൂം ദി ടീച്ചർ ഫെസിലിറ്റേറ്റ്സ് ലേണിംഗ് ബൈ അലവിംഗ് സ്റ്റുഡൻസ് ടു ചൂസ് പ്രോജക്ട്സ് ദാറ്റ് അലൈൻ വിത്ത് ദെയർ ഇൻട്രസ്റ്റ്, എൻകറേജിങ് ക്രിയേറ്റിവിറ്റി ആൻഡ് സെൽഫ് എക്സ്പ്രഷൻ. അതായത് നമ്മൾ സ്റ്റുഡൻസിന് തന്നെ സ്വയമേ ചൂസ് ചെയ്യാൻ കൊടുക്കുകയാണ് ക്ലാസ് റൂമിൽ. അങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ്? അവർക്ക് അവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച്, അവരുടെ പാഷൻ അനുസരിച്ച്, അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? അവരെ പഠിപ്പിച്ചെടുക്കാം. അപ്പം അതെന്താണെന്ന് പറയുന്നത്? നമ്മളുടെ ഉള്ളിൽ തന്നെ എന്തുണ്ട്? പൊട്ടൻഷ്യൽ ഉണ്ട്. അതാണ് ഈ ഹ്യൂമാനിസം തിയറി പറയുന്നത്. പിന്നെ എന്താണ് ലാസ്റ്റ് തിയറി അല്ലെങ്കിൽ ലേറ്റസ്റ്റ് തിയറി പറയുന്നത്? കണക്ടിവിറ്റിസമാണ്. അതായത് ഈ ഒരു മോഡേൺ വേൾഡിൽ എന്താ സംഭവിക്കുന്നത്? ഒരു ടെക്നോളജിക്കൽ ചേഞ്ച് വരുന്നുണ്ട്, ഭയങ്കരമായിട്ട് ടെക്നോളജി ഇവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ടെക്നോളജി ഇൻവോൾവ് ചെയ്തിട്ടാണ് ലേണിംഗ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ടെക്നോളജി ഇൻവോൾവ് ചെയ്ത് സംഭവിക്കുന്ന ഈ മോഡേൺ ലേണിംഗ് ആണ് എന്തിൽ പറയുന്നത്? കണക്ടിവിസം തിയറിയിൽ പറയുന്നത്. ഓക്കെ, സോ അവർ പറയുന്നത് എന്താണ്? ഡിജിറ്റൽ എറയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ടെക്നോളജി യൂസ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, ഈ ടെക്നോളജി യൂസ് ചെയ്യാൻ പഠിക്കണം, സോഷ്യൽ നെറ്റ്വർക്ക്സ് വേണം, കൊളാബറേഷൻ വേണം. ഇതെല്ലാം എന്തിന് ഉതകും? ലേണിംഗ് പ്രോസസ്സിന് ആവശ്യമായിട്ട് വരും. ഓക്കെ, ഇതാണ് കൺസ്ട്രക്റ്റിവിസം തിയറി. അപ്പൊ ഈ തിയറീസിന്റെ എല്ലാം ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മൾ ആസ് എ ടീച്ചർ നമ്മൾ ഈ തിയറീസ് അറിഞ്ഞാലേ നമുക്ക് ടീച്ചിങ് സ്ട്രാറ്റജീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും തിയറീസ്, ഇങ്ങനെയൊക്കെയാണ് ലേണിംഗ് നടക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതനുസരിച്ച് നമ്മുടെ ക്ലാസ് റൂമിലും ടീച്ചിങ് സ്ട്രാറ്റജീസും സെറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മൾ അത് അറിഞ്ഞ് സെറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? നമ്മുടെ എഡ്യൂക്കേഷണൽ ഔട്ട്കംസും ബെറ്റർ ആയിരിക്കും. അപ്പം ഇപ്പൊ നമ്മൾ ഓരോ തിയറീസ് പറയുവാണെങ്കിൽ, ബിഹേവിയറിസം തിയറി എന്താ പറയുന്നത്? ഒരു സ്ട്രക്ചേർഡ് റിവാർഡ് ബേസ്ഡ് ലേണിംഗ് സിസ്റ്റം ആണ് ബിഹേവിയറിസം തിയറി സജസ്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു പ്രോപ്പർ സ്ട്രക്ചറിൽ പഠിപ്പിക്കുക, നല്ല മാർക്സ് കിട്ടിയാൽ നമ്മൾ അതിനെ റിവാർഡ് ചെയ്യുക, അല്ലെ? നല്ല കാര്യം ചെയ്യുമ്പോൾ റിവാർഡ് ചെയ്യുക, ചീത്ത കാര്യം ചെയ്യുമ്പോൾ പണിഷ് ചെയ്യുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ലേണിംഗ് പ്രോസസ്സ് നടക്കും എന്നാണ് ബിഹേവിയറിസം തിയറി പറയുന്നത്. കോഗ്നിറ്റിവിസം ആണെങ്കിലോ, അതായത് നമ്മുടെ മെമ്മറിയും ക്രിട്ടിക്കൽ തിങ്കിങ്ങും, നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടേതായ കൊഗ്നിറ്റീവ് പവേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? ടീച്ചറിന് എന്ത് ചെയ്യാം? അതിനെ ഇവോക്ക് ചെയ്യുന്ന പോലത്തെ ലെസൺസ് ഡിസൈൻ ചെയ്യാം. കാരണം കൊഗ്നിറ്റിവിസം പറയുന്നത് എന്താണ്? ഇന്റേണൽ പ്രോസസ്സസ് ആണ് ലേണിംഗിന്റെ കാരണം എന്നാണ് പറയുന്നത്.
ഓക്കെ. എന്നാൽ കൺസ്ട്രക്റ്റിവിസം എന്താണ്? നമ്മളിപ്പോൾ ചെയ്തു കൊടുക്കുക, എക്സ്പെരിമെന്റൽ ആയിട്ട് ലേൺ ചെയ്യിക്കുക. അതാവുമ്പോൾ എന്താണ്, നമ്മളത് ആ മാഗ്നറ്റിസത്തിന്റെ എക്സാമ്പിൾ കണ്ടില്ലേ, നമ്മൾ പഠിച്ചതിനോട് കൂടി നമ്മുടെ എക്സ്പെരിമെന്റ് കൂടെ വരുമ്പോൾ എന്തായി, ആ ഒരു ലേണിംഗ് കംപ്ലീറ്റ് ആവാണ്. സോഷ്യൽ ലേണിംഗ് തിയറി പറയുന്നത് എന്താണ്, നമ്മളൊരു ഗ്രൂപ്പിലൊക്കെ പഠിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന്, നമ്മുടെ റോൾ മോഡൽസ് നിന്നൊക്കെ പഠിക്കുന്നതാണ് സോഷ്യൽ ലേണിംഗ് തിയറി. അപ്പം ആ ഒരു അറ്റ്മോസ്ഫിയറും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം കുട്ടികൾക്ക്, അല്ലെ? നല്ല റോൾ മോഡൽസ് ഉണ്ടാവണം. അങ്ങനെ ടീച്ചറിന്റെ ബിഹേവിയർ പോലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഹ്യൂമാനിസം തിയറി എന്താണ്, സ്റ്റുഡൻറ് സെൻട്രിക് എഡ്യൂക്കേഷനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഓരോ സ്റ്റുഡൻറ്റിനെയും ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരുടെ പേഴ്സണൽ ഗ്രോത്തിന് അതെങ്ങനെ യൂസ് ചെയ്യാം, അവരുടെ ടേസ്റ്റിനനുസരിച്ച്, അവരുടെ പാഷൻ അനുസരിച്ച് എങ്ങനെ അത് യൂസ് ചെയ്യാം എന്ന് വരുന്നതാണ് ഹ്യൂമാനിസം തിയറി. കൺസ്ട്രക്റ്റിവിസം തിയറി ആണെങ്കിലോ മോഡേൺ ടെക്നോളജിക്കൽ ടൂൾസും നെറ്റ്വർക്കിങ്ങും എല്ലാം യൂസ് ചെയ്യുന്ന തിയറിയാണ് കൺസ്ട്രക്റ്റിവിസം. അപ്പൊ ഈ തിയറീസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ തിയറീസ് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും.